ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്ന് കോടതി കേന്ദ്രീകരിച്ച് വരാനിരിക്കുന്നത് എൽസ്റ്റൺ എസ്റ്റേറ്റിൻ്റെ ഒരു ഹർജിയുമായി ബന്ധപ്പെട്ടാണ്. ഈ വയനാട് പുനരധിവാസത്തിനുള്ള ഭൂമി ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കുമ്പോൾ 26 ലക്ഷം രൂപയാണ് സർക്കാർ ഒരു നഷ്ടപരിഹാരം 26 കോടി രൂപയാണ് സർക്കാർ ഒരു നഷ്ടപരിഹാരം നിശ്ചയിച്ചിരിക്കുന്നത്. അത് മതിയായതല്ല, മറിച്ച് 549 കോടി രൂപ വേണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളുമായി അത് വിശദമായി തന്നെ അവരുടെ ഒരു അപ്പീലുണ്ട്. ആ അപ്പീലിനകത്ത് ഇന്ന് എന്തായാലും ഡിവിഷൻ ബെഞ്ച് വിധി പറയും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ അതിൻ്റെ വാദം പൂർത്തിയായിരുന്നു. ഇതിനകത്ത് അവർ പറഞ്ഞൊരു കാര്യം, ഒരു ഉദ്യോഗസ്ഥൻ പോലും ഈ സംഭവ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഈ ഭൂമി നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ ഹർജിക്കകത്ത് പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കഴിഞ്ഞ 2, 3, 4 സിറ്റിങ്ങുകളൊക്കെ കഴിഞ്ഞു. മറ്റു ചില ഹർജികൾ കൂടിയുണ്ട്. എന്തായാലും ഇന്ന് ആ നഷ്ടപരിഹാര തുക മതിയായതല്ല, ഇൻസഫിഷ്യൻ്റ് ആണ് എന്നുള്ള ക്ലെയിമിനകത്ത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് എന്തായാലും ഇന്ന് വിധി പറയും. അത് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്. മറ്റൊന്ന്, ഇന്ന് മുഖ്യമന്ത്രി എറണാകുളത്തുണ്ട്. പോലീസിൻ്റെ ഒരു ബാഡ്മിൻ്റൺ പരിപാടി നടക്കുന്നുണ്ട്. ഓൾ ഇന്ത്യ പോലീസ് ബാഡ്മിൻ്റൺ ക്ലസ്റ്റർ നടക്കുന്നത് മുഖ്യമന്ത്രിയാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് അതിന് ഔദ്യോഗികമായി തുടക്കമാവുകയാണ്. 15-ാം തീയതിയാണ് സമാപനം. ആ പരിപാടിക്ക് ഇന്ന് മുഖ്യമന്ത്രി എന്തായാലും ഒരു 3 മണിയോടുകൂടി എറണാകുളത്തെത്തും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുണ്ടാകും. ഒപ്പം തന്നെ ചേർത്തലയിൽ വെള്ളാപ്പള്ളി നടേശന് ഒരു സ്വീകരണമുണ്ട്. ആലപ്പുഴയിൽ നിന്ന് ആ വാർത്തയുടെ പ്രധാനപ്പെട്ട ഫോളോ അപ്പുകൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകളും ഇന്ന് മധ്യ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. ദിവ്യ.